it's me Halida and welcome back to my YouTube channel. Good morning. So, ഇന്ന് നാളെയും കൂടെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. മറ്റന്നാൾ എൻ്റെ ഗ്രാജുവേഷനാണ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഗ്രാജുവേഷൻ, മോസ്റ്റ്ലി അവസാനത്തെ. സോ ഇന്നും നാളെയും കുറച്ച് ഗ്രാജുവേഷൻ പ്രപ്പൊക്കെ ഉണ്ട്. നാളെ അവൻ വരുന്നുണ്ട്, നമുക്ക് എന്താ ഒരു എവറിത്തിങ് ഷവർ ചെയ്യണം, നാളെ നെയിൽസ് ചെയ്യാൻ പോകണം, അങ്ങനത്തെ കുറച്ച് അൽക്കുലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം. പ്രപ്പിംഗ് ഫോർ ഗ്രാജുവേഷൻ. നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സമയം 8:08 കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? ഓക്കെ, 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മെല്ലെ ചായ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. പക്ഷേ ദ തിങ് ഇസ്, നാളെയും മറ്റന്നാളൊക്കെ വെതർ ഭയങ്കര ഷോക്കാണ്. ഫുൾ മഴയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് വെപ്രാളുണ്ട്. ഓൾസോ ഞാൻ സാരിയാണ് കൊടുക്കുന്നത്. ഞാൻ ആ സാരി ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. നാട്ടിലാണെങ്കിലും ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഇനിയിപ്പം ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽ ആവുമോ അതോ ഡിലേ ആവുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അവനാണെങ്കിൽ 27 ഉച്ചയ്ക്ക് എത്തുള്ളൂ. എങ്ങാ ഫ്ലൈറ്റ് വല്ലതും ക്യാൻസൽ ആയ മിക്കവാറും ഞാൻ വേറെ വല്ല ഡ്രസ്സും കണ്ടുപിടിക്കേണ്ടി വരും. ഗ്രാജുവേഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ ടെൻഷനും ഉണ്ട്. ഇന്നെന്തായാലും കുഴപ്പമില്ലാത്ത വെതറാണ് ഇവിടെ. പക്ഷെ നാളെ മറ്റന്നാളും മഴയാണ്. ഇതിൽ നമുക്ക് വെള്ളം വരണമല്ലോ. വെള്ളവും പാലും മിക്സ് ചെയ്ത് നമുക്ക് ചായ ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കുറച്ച് പുട്ടും കുറച്ച് ലെഫ്റ്റ് ഓവർ ചിക്കൻ സ്റ്റൂ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ പുട്ടിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ. അരപ്പുട്ട് പോലും ഇല്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് മതി. എനിക്ക് എത്ര വിശക്കണമൊന്നുമില്ല. കുറച്ച് മധുരം കുറവാണ്, പക്ഷെ കുഴപ്പമില്ല അല്ലേ. എന്തായാലും ഞാനിത് വേഗം കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ ദിവസം മെല്ലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നാളെ അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഹാപ്പനിങ് ആയിട്ടുള്ള ദിവസമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടി ഗ്രാജുവേഷൻ പ്രപ്പ്, ഫസ്റ്റ് ഗ്രാജുവേഷൻ ആണല്ലോ, അതിൻ്റെ ഒരു ആക്രാന്തം ഉണ്ട് എനിക്ക്. അതായിരിക്കും നമ്മൾ ഇന്നത്തെയും നാളത്തെയും കൂടെ വീഡിയോ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇനിയിപ്പോൾ ഇവിടെ സമ്മർ ബ്രേക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് വർക്കുകളും ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ. ചായ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ചായ എടുത്ത് ഇങ്ങോട്ട് വന്നു. നമുക്ക് മെല്ലെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം. പ്ലാനിങ് ആയിട്ട് അങ്ങനെ ഒരുപാടൊന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എനിക്കറിയാം, പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടൊന്ന് എഴുതി വെക്കാന്നേ ഉള്ളൂ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക്, ഇത് എൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് ഹാർഡ് ഡിസ്ക്കാണ്. അപ്പം ഇതിലാണ് വന്ന സമയത്തുള്ള എല്ലാ ഫോട്ടോസും ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് വന്ന ആ വീക്കുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിക്കണം ഗ്രാജുവേഷൻ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു ഫസ്റ്റ് കുട്ടി ടാസ്ക്. ഇതാണ് ബാക്കി കാര്യങ്ങൾ. എവറിത്തിങ് ഷവർ, റൂം ക്ലീനിങ്, പിന്നെ നെല്ലിക്ക് മെയിൽ അയക്കാനുണ്ട്. അത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, പക്ഷേ ഇതൊക്കെ തന്നെയാണ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. ഞാനിങ്ങനെ ഹാർഡ് ഡിസ്കിലെ ഫോട്ടോസൊക്കെ നോക്കുമായിരുന്നു. ഫസ്റ്റ് വീക്ക് ഇൻ ലുണ്ട് അന്നൊക്കെ ഫോൾഡർ ഉണ്ട് കേട്ടോ. August 28 to September 1 ഫസ്റ്റ് വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് സമയം പോണേന്ന് ഭയങ്കര കൺഫ്യൂഷൻ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഹാർഡ് ഡിസ്കിൽ മാത്രമേ ഉള്ളൂ. ഫോണിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കും. ഹാർഡ് ഡിസ്ക് ഇപ്പം കുറേ കാലത്തിന് ശേഷം എടുത്ത് നോക്കണേ. ഒരു വിഷമം, സത്യം പറയാലോ, ഒരു വിഷമമുണ്ട്. കോഴ്സ് കഴിയുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു വിഷമം തോന്നുന്നത്. വീട്ടൊക്കെ എങ്ങനെയും കഴിഞ്ഞാൽ മതി എന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇപ്പം കഴിയുകയെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നാൽ ഞാൻ വേഗം ബാക്കി ഫോട്ടോസും കൂടെ നോക്കിയിട്ട് കുറച്ച് ഒരു 5-6 ഫോട്ടോസ് മാറ്റി വെക്കട്ടെ. ഞാനിവിടുന്ന് ഹാർഡ് ഡിസ്കിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പം എനിക്കൊരു മെസ്സേജ് ഫ്രം അമൻ. എന്താണിത്? ഫേഷ്യലാണെന്ന് തോന്നുന്നു. സോ അതാ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ എൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടുപിടിച്ചു. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരു 10-16 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഗ്രാജുവേഷൻ അന്നത്തെ കുറച്ച് ഫോട്ടോസും കൂടി ഇടാം. മെല്ലെ എവറിത്തിങ് ഷവറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ നോക്കിയപ്പം എൻ്റെ കയ്യിൽ പുതിയ റേസേഴ്സ് ഇല്ല. പുതിയത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പം നാളെ വരുമ്പോൾ അവൻ കൊണ്ടുവരും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രോണിൻ്റെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ഇത് വെച്ച് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കുറേ ആയിട്ട് തലയിലും എണ്ണ വെച്ചില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയൊക്കെ തേക്കാം. അപ്പോൾ എന്തായാലും മെല്ലെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എവറിത്തിങ് ഷവർ സ്റ്റാർട്ട് ചെയ്യാം. ഫേഷ്യൽ ഹെയർ ഒക്കെ കളഞ്ഞു. ഐബ്രോസും തൽക്കാലം ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഷേപ്പൊന്നും വന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. ഇതാണ് കേട്ടോ ബാസ്കി നേച്ചറിൻ്റെ സിഗ്നേച്ചർ ഹെയർ ഓയിൽ. ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട്. ഈവൺ എൻ്റെ കുറേ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പം അങ്ങനെ ഞാൻ വാങ്ങി നോക്കിയതാണ്, പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, അല്ലാണ്ട് അവരുടെ വെബ്സൈറ്റിലും ഉണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അത് ഇതൊക്കെ മണത്തൊക്കെ ഇത്രയും ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല. ഇതിങ്ങനെ ഉറച്ചാണ് ഉറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭയങ്കര സ്മെല്ലൊന്നുമില്ല കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഞാൻ ജസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. KFC എന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്, കിട്ടിയതാണ്. ഫുഡ് വന്ന് ആ സമയത്താണ് കറക്റ്റ് ആൻസി വന്നത് റൂമിൽ. അപ്പം നമ്മളിപ്പം ഗ്രീൻ റൂമിൽ പോയി നോക്കാണ്. ഗ്രീൻ റൂമിൽ സോഫ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ റൂമിൽ പോയി നോക്കാണ് കേട്ടോ. അതെ അതെ, കാരണം ഇതിലൂടെ പോവാം. അപ്പം എങ്ങാ സോഫ കിട്ടിയാലോ എന്ന് വിചാരിച്ച് പോവാണ്. പോയി നോക്കട്ടെ, നല്ലതാണെങ്കിൽ ഇപ്പം എടുക്കാൻ പറ്റില്ല, നാളെ അവൻ എത്തും. അപ്പം നമുക്ക് അപ്പം എടുക്കാം, അതിനു വേണ്ടിയാണ് പോണത്. വന്നത് വെറുതെ ഇല്ല ഗൈസ്, നമുക്ക് ഒരു സോഫ കിട്ടി, എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സോഫ കിട്ടി. ഇത് കൊണ്ടേ റൂമിലിടണം. അപ്പം കുറച്ച് സാധനം ഈ പെട്ടിയിലാക്കി, ബാക്കി നമ്മൾ സോഫ പകുതിയല്ല മുക്കാലും കാലും ആക്കിയിട്ട് റൂം എത്തിയിരിക്കും. നോക്കാം, എന്തായാലും കൊണ്ടുപോയി നോക്കട്ടെ. സീൻ തന്നെ നീ. സോ ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ? 11:15 രാത്രി. ഞാൻ രാവിലെ തലയിൽ എണ്ണ തേച്ച് ഇപ്പോഴാണ് കുളി കഴിഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻസി വന്നത്. ഐ ആം ദ കമ്മിങ് എന്ന് പറഞ്ഞ അവൾ വന്നു. അവൾ പറഞ്ഞു ഗ്രീൻ റൂമിൽ ഒരു സോഫ ഉണ്ടെന്ന്. അപ്പം എൻ്റെ മനസ്സൊന്ന് ചാച്ചാടി. പിന്നെ നമ്മൾ പോയി സോഫ എടുത്തു. മീൻ പണിക്ക് അവളാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ശങ്കരേട്ടൻ അങ്ങടിക്ക് പോയി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. പഴംപൊരിയൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് കത്തിയും വെച്ച് 10 മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്താൻ, 10:30. എന്നിട്ട് ഞാനിപ്പോൾ കുളിക്കാൻ കയറി, ഒരു മണിക്കൂറായി. വലിയ നീരാട്ടായിരുന്നു, എവറിത്തിങ് ഷവർ അല്ലേ, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മുടി ഒന്ന് ഡ്രൈ ചെയ്തിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ. ബൈ. ഇപ്പം സമയം 10 മണിയായി കേട്ടോ. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയില്ല. ഞാൻ എണീറ്റു 5:30 ആയപ്പോൾ അമ്മ വിളിച്ചിരുന്നു, ഓന് ഫ്ലൈറ്റ് ദോഹയിൽ നിന്ന് എടുക്കും ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ കിടക്കയിൽ കിടന്നു, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് എണീറ്റില്ല. നമുക്ക് വേഗം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് 11 മണിയാകുമ്പോഴത്തേക്ക് ഇന്ന് നോവയിൽ പോകണം. ഇന്ന് എഗെയിൻ നമ്മൾ ഈ ഗ്രാജുവേഷൻ പ്രപ്പിന് വേറെ കുറച്ച് തലം, പ്ലസ് നമുക്ക് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പെട്ടിയും പൊട്ടിക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ കാര്യം. എനിക്കിന്ന് നോവയിൽ പോയിട്ട് നെയിൽസ് ചെയ്യണം, അത് ഫസ്റ്റ് കാര്യം. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ നാളെ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുക്ക് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും സാധനം നോക്കണം. അതിൻ്റെ റേറ്റ് നോക്കിയിട്ടേ ഞാൻ വാങ്ങിക്കുള്ളൂ. ഭയങ്കര റേറ്റ് ആണെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. ഞാൻ ഇന്നലെ വില്ലീസ് പോയപ്പോൾ, ഞാൻ വില്ലീസ് പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു, അത് അറൗണ്ട് 200 ക്രോൺസ് ഒക്കെ ഉണ്ട്. ആ ഒരു റേറ്റ് ആണെങ്കിൽ വാങ്ങാൻ നോക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. സോ അങ്ങനെ ഇന്നലെ ഞാൻ മുടിയൊന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തോർത്തന്നെ വെച്ചിട്ട് ഉണക്കി എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ബാക്കിലുള്ളതാണ് നമ്മുടെ പുതിയ സോഫ. ഗ്രീൻ റൂമൊന്നും കിട്ടിയതാണ്. ഇവിടെ ഗ്രീൻ റൂം ആക്ച്വലി സ്പീക്കിംഗ് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനത്തെ കുറേ സാധനം കിട്ടും. എനിക്ക് പറ്റുന്നുണ്ടായില്ല കേട്ടോ പൊക്കാൻ, പക്ഷേ ആൻസി ഒരു രക്ഷയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് ആമസോണിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രോഡക്ട്സും ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും അല്ലാണ്ട് എനിക്കിഷ്ടമുള്ള പ്രോഡക്ട്സും എല്ലാം ലിങ്ക് ചെയ്യാം. അപ്പം പറഞ്ഞ് അങ്ങനെ ഗ്രാജുവേഷനായി. നാളെ ഗ്രാജുവേഷനാണ്, പക്ഷെ നാളത്തെ വെതർ ഇപ്പോഴും കാണിക്കുന്നത് ഫുൾ മഴയായിട്ടാണ്. സ്പെഷ്യലി മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ഭയങ്കര മഴയാണ്. ഓൾമോസ്റ്റ് 80% റെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മളോട് വെതർ ആപ്പ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ വെതർ ആപ്പ് അത്യാവശ്യം എന്താ പറയുക കറക്റ്റായിട്ടാണ്. അങ്ങനെ ഒരുപാട് എററൊന്നും ഉണ്ടാവാറുമില്ല. അതുകൊണ്ട് ഐ തിങ്ക് മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞൂടാ. ആറ്റുനോറ്റി ഒരു ഗ്രാജുവേഷൻ ഉണ്ടായതാണ്, അത് ഇങ്ങനെ. പിന്നെ വേറെന്താ, പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ എവറിത്തിങ് ഷവർ പഴയ വീഡിയോ ഇവിടെ ലിങ്ക് ചെയ്യാം, iCards കൊടുക്കാം. അതിൽ ഓൾമോസ്റ്റ് ഉള്ള സെയിം പ്രോഡക്ട്സ് ആണ്. ഷാമ്പു മാത്രം ഇപ്പം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇത് ചെയ്തല്ലോ. എൻ്റെ സൺസ്ക്രീൻ തീർന്നോ? ഇല്ല. അപ്പം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തല്ലോ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം പ്രോഡക്ട്സ് ആണ്. അങ്ങനെ ഞാൻ ഫുൾ ബോഡി ഷേവ് ഒക്കെ ചെയ്തു. ഷേവിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റേസർ ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ റേസർ, പ്ലസ് എവർ ഈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ റേസർ ഉണ്ട്. അത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എവർ ഈവിൻ്റെ റേസർ ആക്ച്വലി നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. അത് ഫുൾ ബോഡിയൊക്കെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഫിലിപ്സിൻ്റെ ഒരു റേസർ ഉണ്ട്, അത് ഇലക്ട്രിക് റേസറാണ്, അതുണ്ട്.
എങ്ങനെയാണ് എനിക്ക് വേഗം, ഞാനൊന്നും കഴിച്ചില്ല, എന്തെങ്കിലും ചായ കുടിക്കാൻ പറ്റുമെങ്കിൽ ചായ കുടിക്കണം, ഇല്ലെങ്കിൽ ഡ്രസ്സ് മാറി വേഗം പോകാമെന്ന് വിചാരിക്കും. നാളത്തെ ഗ്രാജുവേഷൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ അറിയോ, എൻ്റെ പേര് അവരെന്താണ് വായിക്കുക എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം അത്ര ഈസിലി പറയാൻ പറ്റുന്ന രീതിയിലല്ല എൻ്റെ പേര്. അതുകൊണ്ട് നാളെ എന്താണ് വായിക്കുക, അതിൻ്റെ മുന്നേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പേര് ഇങ്ങനെയാണ്, അങ്ങനെ വായിക്കണേന്ന് എൻ്റെ പേടി അതാണ്. അപ്പം അതൊരു പേടിയുണ്ട്. എന്തൊക്കെയല്ല, ഓരോരുത്തർക്കും ഓരോരോ തരം പേടികൾ. കയ്യിൽ പ്രൊഡക്റ്റ് ഇരിക്കണോണ്ട് തുറക്കാൻ പറ്റുള്ളല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ജെല്ലി ടിൻറ്റ് പ്രോഷിൻ്റെ മേക്കപ്പ് ബ്ലെൻഡറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ നെയിൽസ് ചെയ്യും. എനിക്ക് റെഡ് നെയിൽസ് ചെയ്യുന്നതാണ്. അവിടെ എത്തിച്ച് വേറെ എന്തെങ്കിലും ഡിസൈൻ കണ്ട് നമ്മൾ അത് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടി പൊട്ടിക്കണം. പെട്ടി പൊട്ടിച്ചാൽ എനിക്ക് എൻ്റെ സാരി കിട്ടുള്ളൂ. സാരി ഒന്ന് വെച്ച് വെക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ നമ്മൾ നമ്മുടെ നെയിൽസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇൻസ്പോ അതേപോലെ തന്നെ ചെയ്തു. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് സൂഷി കഴിക്കാമെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ച് അവിടെ തന്നെ ഒരു സുഷി യാമ എന്ന് പറഞ്ഞ കടയുണ്ട്. ആൻഡ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. ഞാനും ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് സൂഷി ട്രൈ ചെയ്യുന്നത്. ലോറയാണ് എന്നെ കൊണ്ട് ആദ്യമായിട്ട് സൂഷി ട്രൈ ചെയ്യിപ്പിച്ചത്. അങ്ങനെ എനിക്കത് ഇഷ്ടമായി. പിന്നെ ഈ ബുഫേ ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഈ സൂഷി കഴിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമാണ്. പക്ഷെ ഇതത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. എങ്ങനെയുണ്ട് സുഷി? കുഴപ്പമില്ല, ഭയങ്കര വലിയ ഫാനൊന്നുമല്ല, എന്നാലും ട്രൈ ചെയ്യാം. നമ്മളങ്ങനെ സൂഷിയൊക്കെ കഴിച്ച് അവിടെ കഥയും പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ലാൻഡ് ചെയ്തിട്ടുണ്ട് കോപ്പൻഹേഗൻ എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലുണ്ടിലേക്ക് വന്നു. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫ്ലവേഴ്സ് നോക്കിയത്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഇക്കയിലും പോയി നോക്കി. നോവയിലുള്ള കട അടച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നോവയിൽ നോക്കാൻ പറ്റിയില്ല. നമ്മൾ ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് മെല്ലെ എല്ലാം ചെയ്തു വന്നതാണ്. അപ്പോൾ ഒരു മെസ്സേജ്, ഞാൻ ലുണ്ടിലെത്തിയെന്ന് കണ്ടു. അവൻ ഓൾറെഡി ലുണ്ടിലെത്തിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങുന്ന ക്ലിപ്പൊന്നുമില്ല. ട്രെയിൻ ഇറങ്ങിയത് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മീറ്റ് ചെയ്തു. കുറേ കാലത്തിന് ശേഷം ഒന്നല്ല നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയതല്ലേ, കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രീ ആയിട്ട് തന്നെടാ. അവിടെ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ തന്നെ. എന്റേതാണിത്, ഞാൻ കഴിച്ചു. എൻ്റെ ഗ്രാജുവേഷന് വേണ്ടി മിസ്റ്റർ അമൻദീപ് നാട്ടിൽ നിന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പെട്ടിയോടെ എത്തിയിട്ടുണ്ട്. പെട്ടി കുറേ സാധനങ്ങൾ. അയ്യോടാ, ഒരു കുഞ്ഞാവ് ഫോണ് കാണിച്ചിടാവേ. നല്ല രസമുണ്ടല്ലേ. അപ്പം നമ്മള് ഗ്രാജുവേഷൻ പ്രെപ്പിന്റെ ഭാഗമായിട്ടുള്ള നെയിൽസ് ഒന്ന് ചെയ്തു. ബുക്ക് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പം ഈ പെട്ടിയിലാണ് എൻ്റെ സാരിയും ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ ഇട്ട് നോക്കണം അല്ലേ. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. അയൺ ചെയ്യാനുണ്ടെങ്കിൽ അയൺ ചെയ്യണം. ഇതെനിക്ക് വേണ്ടെങ്കിൽ ഇപ്പം വന്നപ്പോൾ തൊട്ട് എന്നെ പെട്ടി തൊടാൻ സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി പെട്ടിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇത് അച്ഛനും അമ്മയും കൊടുത്തു വിട്ടിട്ടുള്ള കമ്മലാണ് കേട്ടോ. ഇതെനിക്ക് തന്നത് ബിക്കോസ് നാളെ എനിക്ക് ഇതിടാൻ വേണ്ടിയിട്ട് ഞാനത് ഇട്ട് നോക്കി. അൽമാകാരിനൊന്ന് വാങ്ങിച്ചിട്ടുള്ള കമ്മലാണ്. ഇത് ഒരു റാൻഡമായിട്ട് എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, എനിക്ക് ഐപാഡ് കിട്ടി. ഐപാഡ് എയർ 512GB M3 എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം. എനിക്ക് ആരത് വാങ്ങി തന്നേ? ഇത് ഗ്രാജുവേഷൻ ഗിഫ്റ്റ്. അപ്പൊ നെക്സ്റ്റ് മന്ത് ജൂൺ 8 എന്റെ ബർത്ത്ഡേ. അപ്പൊ വേറെ ഗിഫ്റ്റ് തരും. അപ്പം എനിക്ക് ഇത് കിട്ടി. പിന്നെ അച്ഛനും അമ്മ എനിക്ക് ഒരു കമ്മൽ കൊടുത്തിട്ട്, അതാണ് നേരത്തെ കണ്ടത്. അതും ബർത്ത്ഡേ
ഗിഫ്റ്റ് ആട്ടോ. ആക്രാന്തം പിടിച്ചിട്ട് എല്ലാം പൊട്ടിച്ചെന്നേ ഉള്ളൂ. അതെ, ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിലൂടെയൊക്കെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് സാരി കിട്ടി. ഇതാണ് നാളെ ഗ്രാജുവേഷൻ കൊടുക്കാണ് സാരി. പേട, സാരി, ബ്ലൗസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഗിഫ്റ്റ് നോക്കണം. ഇത് നമ്മള് മിന്ത്രയിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഷൂ ആണ്. ഈ ബാഗ് നിറയെ സാധനങ്ങളാണ്. അപ്പം ഞാനൊന്ന് വേഗം പെട്ടി പൊട്ടിച്ചിട്ട് എന്തൊക്കെയാണുള്ളത് പിന്നെ കാണിച്ചു തരാം. അല്ലെങ്കിൽ കുറേ വലിയ വീഡിയോ ആയിപ്പോ വേഗം ഒന്ന് പെട്ടി പൊട്ടിക്കണ്ട. ഈ സാരി ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ തന്നെ പോയിട്ട് വാങ്ങിയതാട്ടോ, പ്രകൃതി ബൈ രമ്യ എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്ന്. പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് സാരി ഉടുക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനതൊരു സ്ഥലത്ത് കൊടുത്തിട്ട് പ്രീ സ്റ്റിച്ച്ഡ് പോലെ ആക്കി. പക്ഷെ അത് ഉടുത്തിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് ഉടുത്ത് കഴിഞ്ഞിട്ട്. പിന്നെ അവൻ വരുമ്പം ബ്രൗണി കൊണ്ടുവന്നിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാം അയൺ ചെയ്ത് എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ എങ്ങനെയെങ്കിലും ആക്കി അത് ഉടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആ സാരീൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചാണ് അന്ന് കിടന്നത്. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര വെപ്രാളുണ്ടായിരുന്നു. ദൈവമേ ഇത് ശരിയാവില്ല എന്നൊക്കെ. പിന്നെ നെക്സ്റ്റ് ഡേ അത് ഉടുത്തപ്പം ഒരു വിധം അത് ശരിയായി. എന്നാലും പല്ലു പോർഷനിലൊക്കെ കുറച്ച് നീളം കുറവൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. ഇന്നത്തെ മാത്രമല്ല ഇന്നലത്തെയും കൂടെ എനിക്ക് മുടിയും കൂടെ ഒന്ന് ചെയ്യണം. ജസ്റ്റ് ഞാനൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കണേ. പക്ഷേ ഈ പോർഷനൊക്കെ ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് അടിയിൽ കേൾ ചെയ്ത് ഇടാമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കണേ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടെ. മുടി ഏതാണ്ടൊന്ന് ചെയ്തു, ഫുള്ളായിട്ട് ചെയ്തില്ല. ബാക്കി എന്തായാലും കിടന്നുറങ്ങുമ്പം മോശമാവും. അപ്പോൾ രാവിലെ ബാക്കി ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഗ്രാജുവേഷൻ പ്രെപ്പ് വ്ളോഗ്. നാളെയാണ് ഗ്രാജുവേഷൻ. അപ്പോൾ നാളെ ഞാനൊരു ഫുൾ ഡേ ഗ്രാജുവേഷൻ ഡേ വ്ളോഗ് എടുക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.